സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് അടുത്ത് വരുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യത്തെ വൈദ്യുത വിമാനം യാത്രക്കാരെ വഹിച്ചു പറന്നത് അലിയ CX-300 ആണ്. ബീറ്റ ടെക്നോളജീസിന്റെ അലിയ CX-300 ആണ് യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യത്തെ വൈദ്യുത വിമാനം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫിയുടെ പേര്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫിയുടെ പേര് ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി. കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി ആര്? കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ IPS ആണ്. റവാഡ എ ചന്ദ്രശേഖർ IPS. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോ. 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായിട്ട് അംഗത്വം നേടിയ പുതിയ രാജ്യം ഏതാണ്? 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായിട്ട് അംഗത്വം നേടിയ പുതിയ രാജ്യം ഇന്തോനേഷ്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2026 ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യ. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി. നാറ്റോ ഉച്ചകോടി 2025 വേദി നെതർലാൻഡ്സിലെ ഹേഗിലെ വേൾഡ് ഫോറത്തിലാണ് 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2026 നാറ്റോ ഉച്ചകോടി നടക്കുന്നത് തുർക്കിയിലെ അങ്കാറയിലാണ്. 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ്. ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ ജില്ല. 2024 മികച്ച ചിത്രത്തിനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ സിനിമ. 2024 മികച്ച ചിത്രത്തിനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് ജവാൻ. ബോട്ട് യാത്രയിൽ വായനാ സൗകര്യമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി. ബോട്ട് യാത്രയിൽ വായനാ സൗകര്യമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പുസ്തകത്തോണി. പദ്ധതിയുടെ പേര് പുസ്തകത്തോണി. ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം രചിച്ചത് സുനിൽ പി ഇളയിടമാണ്. ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം രചിച്ചത്. സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്ര താരം. സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്ര താരം ടൊവിനോ തോമസ്. നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് 2023-24 ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് 2023-24 ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. കേരളത്തിൻ്റെത് എത്രാമത്തെ സ്ഥാനമാണ്? 4ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. 1ാം സ്ഥാനം ഗുജറാത്ത്. ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേക്കാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. പദ്ധതിയുടെ പേര് സല്ലാപം. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നത്.
ആരോഗ്യം, ആനന്ദം, അകറ്റാം അർബുദം. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാ പഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാ പഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. അശ്വിൻ ശേഖർ. കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ നിറം ഏതാണ്? കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ നിറമാണ് ഓലോ. നിറത്തിന്റെ പേര് ഓലോ. ആമസോണിന്റെ ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവന പദ്ധതി. ആമസോണിന്റെ ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവന പദ്ധതിയാണ് പ്രോജക്റ്റ് കൈപ്പർ. പദ്ധതിയുടെ പേരെന്താണ്? പ്രോജക്റ്റ് കൈപ്പർ. ആമസോണിന്റെ ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവന പദ്ധതിയാണ് പ്രോജക്റ്റ് കൈപ്പർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ്. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് പദ്ധതി പ്രഖ്യാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് പദ്ധതി അമരാവതിയിലാണ്. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. വയനാട്ടിലെ കർഷകനായ ആലഞ്ചേരി ബാലകൃഷ്ണൻ വികസിപ്പിച്ച 15 വർഷത്തെ പേറ്റന്റ് ലഭിച്ച മഞ്ഞൾ ഇനം. വയനാട്ടിലെ കർഷകനായ ആലഞ്ചേരി ബാലകൃഷ്ണൻ വികസിപ്പിച്ച 15 വർഷത്തെ പേറ്റന്റ് ലഭിച്ച മഞ്ഞൾ ഇനമാണ് 916. ഇനത്തിന്റെ പേര് 916. 916 എന്നത് മഞ്ഞൾ ഇനം. ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മേഘാലയയിലെ മൗസിൻഡ്രാമിലാണ്. മേഘാലയയിലെ മൗസിൻഡ്രാമിലാണ് ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത്. ജമ്മു കാശ്മീരിൽ നിർമ്മിതമായ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽ പാലത്തിന്റെ പേര്. ജമ്മു കാശ്മീരിൽ നിർമ്മിതമായ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽ പാലത്തിന്റെ പേര് അഞ്ചിഗാദ് പാലം. അഞ്ചിഗാദ് ബ്രിഡ്ജാണ്. അഞ്ചിഗാദ് ബ്രിഡ്ജ്. 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആര്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിതയാണ് സഫീന ലത്തീഫ്. സഫീന ലത്തീഫ്. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മണൽ എന്നർത്ഥം വരുന്ന റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മണൽ എന്നർത്ഥം വരുന്ന റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഒമാനാണ്. ഒമാൻ. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി തെരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ്? ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് തിരഞ്ഞെടുത്തത് SBI ആണ്. SBI. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച എന്നതാണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച. 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക. ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം. തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 85 വയസ്സാണ്. 85 വയസ്സ്. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണത്തറയുടെ പേര്. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണത്തറയുടെ പേര് ധനുഷ് എന്നാണ്. ധനുഷ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച
MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ ഏതാണ്? 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി 5. മിസൈലിൻ്റെ പേര് അഗ്നി 5. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര എന്നത്. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. തമിഴക വെട്രി കഴകം. ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി മാറിയത്. ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായിട്ട് മാറിയത് കുറ്റിച്ചലാണ്. കുറ്റിച്ചൽ. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് പങ്കജ് അദ്വാനി. പങ്കജ് അദ്വാനി. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻകാങ്. ഹാൻകാങ്. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഖേൽരത്ന. ഡി ഗുകേഷ്. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുകേഷ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഇലക്ഷൻ മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോകബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതി ഏതാണ്? കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോകബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതിയാണ് കേര. പദ്ധതിയുടെ പേര് കേര. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ഹരിവരാസനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ആണ് ഹരിവരാസനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭമാണ് ഉന്നതി. പദ്ധതിയുടെ പേര് ഉന്നതി. കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്ന ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് കുടുംബശ്രീ. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ്. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്. 2025 G7 ഉച്ചകോടി നടന്നത്. 2025 G7 ഉച്ചകോടി കാനഡയിലാണ് നടന്നത്. G7 ഉച്ചകോടി 2025 കാനഡ. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പാരസൈറ്റ് ആണ്. കൊറിയൻ ചിത്രമാണ് പാരസൈറ്റ്. സംവിധാനം ചെയ്തത് ബോങ് ജുൻഹോയാണ്. ബോങ് ജുൻഹോ. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പാരസൈറ്റ്. 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി. 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി മെക്സിക്കോ, US, കാനഡ. മെക്സിക്കോ, US, കാനഡ. 7th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ബീഹാറാണ്. ബീഹാർ. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകമാണ് ഒഡീസിയസ്. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകൾ ഏതൊക്കെയാണ്? ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകളാണ് പുണ്യ ആദ്യ എന്നിവ. പുണ്യ ആദ്യ എന്നിവ നെല്ല് ഇനങ്ങളാണ് വികസിപ്പിച്ചത് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഭുവനേശ്വറാണ്. ഭുവനേശ്വർ. പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്
ശശി തരൂരിനാണ്. ശശി തരൂർ. വൈ ഐ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് തുടങ്ങിയ പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശശി തരൂർ. ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 2 ദേശീയോദ്യാനങ്ങളാണ്. ഇരവികുളം ദേശീയോദ്യാനം, അതുപോലെ ജമ്മു കാശ്മീരിലെ ഡച്ചിങ്കാം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനത്തിനോടൊപ്പം ജമ്മു കാശ്മീരിലെ ഡച്ചിങ്കാം ദേശീയോദ്യാനവും ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മാലിന്യം നീക്കാൻ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി. മാലിന്യം നീക്കാൻ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിൾ ഹരിതവാഹിനി. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ല. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയാണ് കോട്ടയം ജില്ല. 2025 26ാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. 2025 26ാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഗുമിയാണ്. ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് 2025 26ാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച 2025 ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച 2025 ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ഒഡീഷയാണ്. ഒഡീഷ. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുമുള്ള പദ്ധതിയാണ് ബന്ധു ക്ലിനിക്. പദ്ധതിയുടെ പേരെന്താണ്? ബന്ധു ക്ലിനിക്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേര്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ ഏതാണ്? CR-450 ആണ്. CR-450. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബിൽ ഏതാണ്? നാരി ശക്തി വന്ദൻ അധിനിയം അഥവാ വനിതാ സംവരണ ബിൽ 2023. വനിതാ സംവരണ ബിൽ 2023ന്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്നത്. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏതാണ്? അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റാണ് LMV-3. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ്? ആദ്യ ഇന്ത്യൻ ഗ്രാമം മനയാണ്. ഉത്തരാഖണ്ഡില് ചമോലി ജില്ലയില് മന. 2025 ഏപ്രിൽ 22 ഭീകരവാദ ആക്രമണം നടന്ന ജമ്മു കാശ്മീരിലെ പ്രദേശം പഹൽഗാമാണ്. ഡേറ്റ് ഓർത്ത് വെക്കുക, 2025 ഏപ്രിൽ 22. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2025 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹ്മൂദ് അജോർ എന്ന പാലസ്തീൻ ബാലന്റെ ചിത്രമാണ്. ചിത്രം പകർത്തിയത് സമർ അബു എലൂഫ് ആണ്. സമർ അബു എലൂഫ്. 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം. ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22 2025 ലോക ഭൗമ ദിനം പ്രമേയമാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നത്. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് സിംലിപാൽ ദേശീയോദ്യാനമാണ്. ഒഡീഷയിലെ സിംലിപാൽ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ആസ്ട്ര MK3 മിസൈലിന്റെ പുതിയ ഔദ്യോഗിക നാമം. ആസ്ട്ര MK3 മിസൈലിന്റെ പുതിയ ഔദ്യോഗിക നാമമാണ് ഗാണ്ടീവ. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്.
മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത്? സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത 1-ലാണ്. ദേശീയപാത 1. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാമാണ്? INS നീലഗിരി, INS സൂററ്റ്, INS വാഗ്ഷി. INS നീലഗിരി, INS സൂററ്റ്, ഐനർ വാഗ്ഷീർ എന്നിവയാണ് 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗയാണ്. അജയ് ബംഗ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത് അംഗം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത്തെ അംഗം ഇസ്രായേൽ. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനമാണ് സഹജ. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം സഹജ. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ ഏതൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. UN ഏത് വർഷമായിട്ട് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് തോമസ് മാത്യു. രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് തോമസ് മാത്യു. പട്ടുനൂൽ പുഴു എന്ന നോവൽ എഴുതിയത്? പട്ടുനൂൽ പുഴു, S ഹരീഷ്. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിൻ്റെ ആദ്യത്തെ AI പ്രോസസ്സറാണ് കൈരളി. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ AI പ്രോസസ്സർ കൈരളി. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ്. സ്പേസ് എക്സുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പാണ് Hex20. Hex20. കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേര്? കേരളത്തിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയാണ് ട്രാസ്ന. കമ്പനിയുടെ പേര് ട്രാസ്ന. മെഴുക്ക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം? മെഴുക്ക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ചത് ജർമ്മനിയാണ്. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ അടുത്തിടെ അന്തരിച്ചു. ആരാണ്? KS മണിലാൽ. KS മണിലാൽ. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. നിലവിൽ ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 274. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത്? 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന്റെ വേദി സൗദി അറേബ്യയിലെ റിയാദാണ്. സൗദി അറേബ്യയിലെ റിയാദ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത്? 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം വിനോദ് കുമാർ ശുക്ല. ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട ദേശീയോദ്യാനം മാധവ് ദേശീയോദ്യാനമാണ്. മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനം. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 ഏപ്രിൽ 6-നാണ്. 2025 ഏപ്രിൽ 6. ഭൂകമ്പ ദുരിതമനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ. 1875 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കായുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായത്? കേരളം. അവസാനത്തെ ചോദ്യം, പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത്? പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ HV ഈശ്വറാണ്. ഡോക്ടർ HV ഈശ്വർ. പ്രധാനപ്പെട്ട 100 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.